സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു ലീഗൽ സ്റ്റേറ്റസ് എന്താണ് എന്ന് വെച്ചാൽ അതൊരു ലീഗൽ എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമോ അതോ അതൊരു ഇൻഡിവിജ്വലിനായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? ഒരു പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിനെ നമുക്കൊരു കമ്പനി പോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രൊപ്രൈറ്റർഷിപ്പ് വളരെ മിനിമൽ കോസ്റ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സിന് മാത്രം അനുയോജ്യമായ ഒരു ബിസിനസ് മോഡലാണ്. അപ്പം അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഇതില്ല. അത് ആരാണോ ആ ബിസിനസ് ചെയ്യുന്നത്, ആ പ്രൊപ്രൈറ്റർ ആരാണോ അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരാൾക്കൊരു ബിസിനസ് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു ബിസിനസ് മോഡലാണ് ഈ പ്രൊപ്രൈറ്ററി എന്ന് പറയുന്നത്. ലയബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ലയബിലിറ്റി എന്ന് പറയുന്നത്, അതായത് എത്രത്തോളം ലയബിലിറ്റി ആ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആ വ്യക്തി ഇൻഡിവിജ്വലി ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, അത് സപ്ലയേഴ്സിന് കൊടുക്കാനുള്ളതാവാം, സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറി ആവാം, എന്തൊക്കെയും പേയബിൾസ് ഉണ്ടോ, എത്രത്തോളം ലയബിലിറ്റീസ് ആ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിന് മുഴുവനും ഇദ്ദേഹം പേഴ്സണലി ലയബിൾ ആകും. കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംരംഭത്തിന് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തുകൾ വിറ്റിട്ടാണെങ്കിലും ഈ ലയബിലിറ്റി തീർക്കാനുള്ള ഒരു ബാധ്യത ഇദ്ദേഹത്തിനുണ്ട്. അതാണ് ഒരു പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.